ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധരും സഹോദരങ്ങളുമായ മർത്ത, മേരി, ലാസർ എന്നിവരുടെ തിരുനാൾ സന്തോഷത്തോടെ ഓർമ്മിക്കുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 11 അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ലാസറിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അവൻ്റെ ശവകുടീരത്തെങ്കിൽ വന്ന് കണ്ണീർ പൊഴിക്കുന്ന ക്രിസ്തുവിനോടൊപ്പം സംസാരിക്കുന്ന മർത്തയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത് ഈ മറിയത്തെയും ലാസറിനെയും മേരിയെയും കുറിച്ചാണ്. ഈ കുടുംബത്തെ സുവിശേഷം വിശേഷിപ്പിക്കുന്നത് തന്നെ ക്രിസ്തു സ്നേഹിച്ചിരുന്ന കുടുംബമെന്നാണ്. കാരണം സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, തൻ്റെ പരസ്യ ജീവിതത്തിന് ശേഷം ജോലിയൊന്നും ചെയ്യാതിരുന്ന യേശുനാഥൻ പലപ്പോഴും വയറ് നിറച്ച് ആഹാരം കഴിച്ചിരുന്നത് ഈ ഭവനത്തിൽ വെച്ചായിരിക്കണം, മർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും ഭവനത്തിൽ വെച്ച്. യേശുനാഥൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഈ 3 പേരും. അപ്പം വളരെ സ്വാതന്ത്ര്യത്തോടെ, എന്നാൽ സഹോദരരുടെ അടുത്ത സ്നേഹത്തോടെ ക്രിസ്തുവിനെ എപ്പോഴും സ്വീകരിച്ചിരുന്നൊരു ഭവനമായിരുന്നു ഈ മർത്തയുടെ ഭവനം. അപ്പോൾ അവിടെ മർത്ത യേശുനാഥന് വിശിഷ്ടമായ ആഹാരം നൽകിക്കൊണ്ടിരുന്നപ്പോൾ മറിയം ഈ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് അവനെ സന്തോഷത്തോടെ ശ്രവിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. ലാസർ ആവട്ടെ മരണത്തിന് പോലും അവൻ്റെ സ്വരത്തെ തടക്കാനാവില്ല എന്നുറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് മരണത്തിന് ശേഷവും ക്രിസ്തുവിൻ്റെ വിളി കേട്ട് ശവകുടീരത്തിൽ നിന്ന് പുറത്തു വന്ന് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് സാക്ഷിയായ മനുഷ്യനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ തിരുനാൾ ഓർമ്മിക്കുമ്പോൾ ഈ സുവിശേഷം നമ്മളോട് പറയുന്നത് എന്താണ്? ക്രിസ്തു സ്നേഹിച്ചിരുന്നിട്ടും അവരുടെ ജീവിതത്തെ മരണം വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ കൂട്ടുകാരായിരുന്നാലും ക്രിസ്തുവിൽ ഒത്തിരിയധികം വിശ്വാസമുള്ള കുടുംബവും സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഇരുന്നാൽ പോലും നമ്മുടെ ജീവിതത്തിലും സങ്കടങ്ങൾ വരാം. ചില സങ്കടങ്ങൾ ദൈവം അനുവദിക്കാറുണ്ട്. പക്ഷെ ആ സങ്കടങ്ങളൊന്നും സങ്കടങ്ങളിൽ അവസാനിക്കില്ല എന്നും അതൊക്കെ മഹത്വത്തിൽ അവസാനിക്കുമെന്നാണ് ഈ കുടുംബം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം മരിച്ച ലാസർ മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്ന ആ കുടുംബം മഹത്വത്തിലേക്ക് പ്രവേശിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ജീവിതവും ക്രിസ്തുവിനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നവരാവണം. പക്ഷേ ക്രിസ്തുവിനെ സ്നേഹിച്ചെന്ന് കരുതി ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകാതിരിക്കുകയോ ദുഃഖങ്ങൾ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാറില്ല. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും. പക്ഷേ ആ സഹനങ്ങളും ദുഃഖങ്ങളും ദുഃഖത്തിലോ സഹനത്തിലോ അവസാനിക്കാതെ മഹത്വത്തിലായിരിക്കും അവസാനിക്കുക എന്നാണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ യേശുനാഥനോട് നമുക്കും പ്രാർത്ഥിക്കാം. മർത്തയെപ്പോലെ ഈശോയിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദുഃഖങ്ങളുടെയും സഹനങ്ങളുടെ നേരത്തും അവനോട് ചേർന്ന് നിൽക്കാനും മഹത്വം ദർശിക്കാനുമുള്ള കൃപ നീ നമുക്ക് നൽകണമെന്ന് യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.